കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ? ഇല്ല. എൻ്റെ ഇടയിൽ വേറെ ഒരുപാട് പരിപാടി ഉണ്ട് മോനെ. ഇല്ല, ഞങ്ങളും ചോദിക്കുന്നുണ്ട്. Is that even a question? Bro, ഒന്ന് സൂക്ഷിക്കണേ. സൈജുവിൻ്റെയും ഷാബുവിൻ്റെയും മഞ്ജു ചേച്ചിയുടെയും എല്ലാവരും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ റിയലി വെയിറ്റിംഗ് ടു സീ ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സൈജുവിനെ ഐ തിങ്ക് ടെക്നിക്കലി നമുക്കെല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എഡിറ്ററാണ്. ആൻഡ് നമ്മളൊക്കെ വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ്സ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ വാട്ട് ഹി ഹാസ് ഡൺ. മേക്കിങ്ങിലാണ് എക്സൈറ്റ് ചെയ്യുന്നത്. യെസ്, മേക്കിങ്ങിൽ ഡെഫിനറ്റ്ലി വളരെ വളരെ പുതിയതാണ്. ഐ തിങ്ക് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫുട്ടേജ് ഫിലിം ആണെന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് വളരെ പുതിയ എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ കരുതി അത് തന്നെ മനസ്സിൽ വെച്ച് വന്ന് കാണുകയാണെങ്കിൽ ഹിൽ ടേക്ക് യു ഓൺ എ ട്രിപ്പ്. And Shabu's script beautifully done. It's not easy writing a script for a footage film. വളരെ പുതിയതാണ്. ആൻഡ് മഞ്ജു ചേച്ചി ഹാറ്റ്സ് ഓഫ് ടു ഹെർ. ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ ഒരു ഡ്രീം അതേപോലെ നിന്ന് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പിന്നിൽ നിന്ന് മൂവി ബക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇസ് അമേസിംഗ് ടു സീ മഞ്ജു ചേച്ചി ഡൂയിങ് ദിസ് ആൻഡ് ഹെർ റോൾ ബ്യൂട്ടിഫുൾ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ. കാണും. 255 പേജുള്ള റിപ്പോർട്ടാണ്. വായിക്കും, പ്രതികരിക്കും. ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത്. അതെ. അപ്പോൾ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലെന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം. ഞങ്ങളും വായിച്ചിട്ടില്ല. ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. ഞങ്ങൾ 4 കൊല്ലമായി ചോദിക്കുന്നതാണ്. ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും. മുതൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന അർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിയോ? ബേസിക്കലി ഞെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരയും നീരുമാണ്. ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ്. സോ ഒരുപാട് സന്തോഷമാണ്. റീമേക്ക് കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ? ഇല്ല. ഇല്ല, ഞങ്ങളും ചോദിക്കുന്നുണ്ട്. Is that even a question? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നുണ്ടോ? എന്റെ പൊന്ന് ചേട്ടാ, എനിക്ക് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഞാനും ഇതേപോലെ റിപ്പോർട്ട് വന്ന കാര്യം മാത്രമേ അറിയുള്ളൂ. അതിന്റെ കയ്യിൽ കൂടുതലൊന്നും ചൂഷണത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. മലയാള സിനിമയിൽ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അതാ ചോദിച്ചത്. ഒന്ന് ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിനെ കൂടി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയില്ല. ഇത്ര സമയമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ? കാര്യം സ്വന്തം മേഖലയിലാണല്ലോ ഇത് നടന്നത്. ലൈക്ക് അതിനെക്കുറിച്ചിട്ട് ഇപ്പം എന്തോ 235 പേജുള്ള എന്തോ പരിപാടി വന്നിട്ടില്ലേ? ഞാനത് വായിച്ചിട്ടില്ല. ഇത്ര സമയമുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് പരിപാടി ഉണ്ട് മോനെ. കേട്ടോ, മലയാള സിനിമ അടിപൊളിയാണ്. കമ്മിറ്റി റിപ്പോർട്ട് അത് മൊത്തത്തിൽ ലൈക്ക് ഞാൻ അവിടെ വരുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മൊത്തമായിട്ട് ആ റിപ്പോർട്ട് നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ആയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് പോകണം. ഞാൻ അങ്ങനെ വരുന്ന വഴിക്ക് മൊത്തം എല്ലാ ചാനൽസും ഒക്കെ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. മൊത്തം അറിഞ്ഞാലാണ് അതിൽ കാര്യമായിട്ട്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ സിനിമ ഫീൽഡിൽ ഏതൊക്കെയാണെന്നുള്ളത്. ലൈക്ക് കുറേ നമ്മൾ ഈ ഗോസിപ്സ് മാതിരി നിന്ന സാധനങ്ങൾ മൊത്തത്തിലൊരു എന്താ പറയുക റിപ്പോർട്ടായിട്ട് വരുന്ന സമയത്ത് പേരുകളൊന്നും ഇല്ലല്ലോ എവിടെ. സീക്രട്ട് ഏജന്റ് അതിനെ റിയാക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ ഇതിന് മുമ്പ് തന്നെ 4 ദിവസം മുമ്പ് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു. ചെകുത്താൻ ഇഷ്യൂ വന്ന ടൈമിൽ തന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഖജനാവിന്ന് 1 കോടി രൂപ എടുത്തിട്ടാണ് ഹേമ കമ്മിറ്റിക്ക് എടുത്ത് കൊടുത്തത് തന്നെ. സോ 1 കോടി രൂപ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ പൈസയാണ്. സോ നമുക്കും അറിയാനുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് ലൈക്ക് പബ്ലിക്കും കൂടി ടാക്സ് അടയ്ക്കുന്ന പൈസ എടുത്ത് കൊടുത്ത റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. ഇറ്റ് ഈസ് അപ് ടു ദം. പേരുകളൊന്നും ഇല്ലല്ലോ അതിനകത്ത്. ആരാ വേണമെങ്കിൽ കണക്ട് ചെയ്ത് പോയിക്കോട്ടെ. ടെക്നിക്കലി ഭയങ്കര രസമുള്ള. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇത്ര ഒരു ഐഡിയ വന്നു കഴിഞ്ഞാലും
ചെയ്യുക എന്ന് പറഞ്ഞൊരു ധൈര്യമുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു സൈജുവിനെ പോലെ ഇത്ര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഭയങ്കര ടെക്നിക്കലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ കുറച്ച് ഭയങ്കര എന്ന് പറഞ്ഞാൽ സിനിമയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, പക്ഷേ ഈ മഞ്ജു ചേച്ചിയുടെ പരിപാടി വൻ പൊളിയാണ്. ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട്. മഞ്ജു ചേച്ചി ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് റോളാണ്. ബാക്കി നിങ്ങൾ സിനിമ കാണുമ്പോൾ ആബ്സല്യൂട്ട് ടെക്നിക്കലി ഭയങ്കര പടമാണ്, ടെക്നിക്കലി ഭയങ്കര രസമുള്ള സിനിമ.